എൻ്റെ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, സോദോം ഗൊമോറ നഗരം നശിപ്പിക്കപ്പെട്ടു. പ്രകൃതി വിരുദ്ധമായ പാപമൂലവും സഹോദര സ്നേഹമില്ലായ്മയും ഇതിന് കാരണമായി. ഞാനെന്ന ഭാവം ഉയർന്ന് സ്വാർത്ഥത മുറ്റി താൻ പോരുമയ്ക്കായി തൻ്റെ നിലനിൽപ്പും മഹിമയും നിലനിർത്താൻ കൊലവിളികളും ഉയരുകയും ചെയ്തു. ഇതെല്ലാം വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് നാമും നമ്മുടെ ഭാവി തലമുറയും കണ്ട് വളരുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയൊക്കെ സഹോദര സ്നേഹത്തെ ഹനിച്ച് കൊലവിളി നടത്താമോ അതെല്ലാം നൽകുന്നു. തന്നെയുമല്ല, സ്വയം ജീവനൊടുക്കുവാനുള്ള വിദ്യകൾ പോലും മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു. AI വഴി നേതാക്കന്മാരെയും എന്നല്ല തലകീഴ് നോട്ടമില്ലാതെ പ്രകടനങ്ങളും പ്രയോഗങ്ങളും ഒരു തലമുറയെയും ഒരു തലവന്മാരെയും അധികാരികളെയും പേടിയില്ലാതെ, ദൈവത്തെ പോലും ബഹുമാനിക്കാതെ, പേടിയില്ലാതെ സ്ഥാനമാനങ്ങളോ സ്ഥാനലബ്ധിയോ പ്രതീക്ഷിക്കാതെ തൻ്റെ സൽപ്പേര് പോകാതെ ഉയരങ്ങളിലേക്ക് കുതിക്കുവാൻ വ്യാമോഹിക്കുന്ന മനുഷ്യർ ഉയർന്നു പറക്കുന്ന ജീവിതങ്ങളെ നാവുകൊണ്ട് തല്ലി തകർക്കുന്നു. ലോകം കീഴ്മേൽ മറിഞ്ഞ പ്രതീതി. ഇനി യുദ്ധവും മുറവിളികളും രോഗവും പട്ടിണിയും നമ്മെ വിഴുങ്ങാൻ വേണ്ടി എല്ലാ വാതായനങ്ങളും തുറന്നു കഴിഞ്ഞു. ആരെ രക്ഷപ്പെടുത്തും? ജീവകരുണയ്ക്കായും ദൈവിക കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നതിനായും പരിശുദ്ധാത്മജ്ഞാനത്തിലൂടെ രാഷ്ട്രീയ അധികാരികളെയും മതാചാര്യന്മാരെയും സമൂഹങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ദൈവത്തിരുമുൻപിൽ നാളത്തെ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റൊരു കാര്യത്തിലും അയാൾ തലയിടാറില്ല. ഈ ഭൂമിയിൽ നിനക്ക് ജന്മം നൽകിയ ദൈവപിതാവ് നിന്നെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും ഇട്ടിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുവാൻ നിൻ്റെ കണ്ണോ കാതോ നാവോ എന്താണ് നിന്നെ തടസ്സപ്പെടുത്തുന്നത്? നിൻ്റെ അവയവങ്ങൾ നിനക്ക് പാപഹേതു ആകുന്നുവെങ്കിൽ, മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകുന്നുവെങ്കിൽ നീ അത് വെട്ടിമാറ്റുക. എന്നിട്ട് നീ തീനരകത്തിൽ പ്രവേശിക്കുന്നതാണ് നല്ലതെന്നുകൂടി കർത്താവ് അരുൾ ചെയ്യുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, നാം എല്ലാവരും പാപികളാണ്. പാപികളായിരിക്കെ ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇനിയും ദൈവ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് നഷ്ടമാകും. മറ്റുള്ളവർക്ക് പാപഹേതുവായി നാം മാറും. ദുരാശ മൂലം നാം നമ്മെ തൃപ്തിപ്പെടുത്തരുത്. നമുക്ക് ദൈവകൃപയ്ക്കായി ഈ ഗാനത്തിലൂടെ പ്രാർത്ഥിക്കാം. ലോകം മുഴുവനിലേക്കും കൃപ ചൊരിയപ്പെടുവാൻ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ചൊരിയണമേ നാഥാ, കൃപ ചൊരിയ